അപ്പൊ ഇത് സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു. ലാലേട്ടനെല്ലാം ഒരു കൂളായിട്ടാണ് കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ വലിയ ഷൗട്ടിങ്ങോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻ ചെയ്യലോ ഒന്നും ഇല്ലാതെ ഒരു നൈസായിട്ട് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് ഹാൻഡിൽ ചെയ്തു. നമ്മൾ വിചാരിച്ചത് ഇന്ന് അനുമോളെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യും, അനീഷ് നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ലാലേട്ടൻ ചെയ്തില്ല. ഒരു ഫൺ മോഡ്, ബട്ട് അത്ര ഫൺ മോഡ് അല്ല എന്നുള്ള രീതിക്ക് നൈസായിട്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത്. എന്താണ് ഇന്നത്തെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. ഇനി ശരിക്കും അനുമോള് ലാലിന്റെ കുറെ കളിയാക്കുന്ന റോസ്റ്റിംഗ് അല്ല, പക്ഷെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഫൺ മോഡില് അനുമോള അന്ന് കളിയാക്ക്, നമ്മൾ ഒരാളെ താറ്റുക എന്ന് പറയില്ലേ, തിരുവനന്തപുരം ഭാഷ താറ്റുക എന്ന് പറയും, ഊക്കുക എന്ന് പറയില്ല, അതുപോലത്തെ രീതിക്കാണ് ലാലേട്ടൻ ഇന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയത്. അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ലാലേട്ടൻ പറയുന്നത് ഇനി 3 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ, മത്സരം ഇനി അങ്ങോട്ട് മുറുകും. കഴിഞ്ഞ ആഴ്ച എന്താണ് നടന്നതെന്ന് കാണിച്ച് നമ്മുടെ ആഴ്ചത്തെ ആ ഡെയിലി നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും ലാലേട്ടൻ എടുത്ത് കാണിക്കുന്നുണ്ട്, വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം നോമിനേഷൻ ഉള്ളവരൊന്ന് കാണാൻ വേണ്ടി എഴുന്നേച്ച് നിർത്തി ശേഷം നോമിനേഷൻ കഴിഞ്ഞപ്പം ഈ ഷാനവാസും ആദിലയും തമ്മിലുള്ള പ്രശ്നം, അതായത് മെയിലി ഷോവിനിസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രശ്നം, അത് ആ നോമിനേഷൻ ഡിസ്കഷൻ ഒന്ന് എക്സ്പോസ് ചെയ്ത് വിട്ടാണ് ലാലേട്ടൻ സത്യം പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തതിന് എന്തിനാണ് ഷാനവാസിന് ഇത്ര വിഷമം എന്ന് തുടങ്ങിയിട്ട് ഷാനവാസിനെ എളിപ്പിച്ചെടുത്തി നേരെ അനീഷിലോട്ട് പോയി. അനീഷിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഷാനവാസ് അനീഷും തമ്മിലുള്ള ഫൈറ്റ് ഇല്ലേ, ആ രാവിലെ വെളുപ്പാങ്കത്തെ ഫൈറ്റ്, അതിനെ ലാലേട്ടൻ ചോദിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അവരെന്താ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, നമ്മൾ എപ്പിസോഡ് കണ്ടതാണ്. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഷാനവാസിന്റെയും എനിക്ക് ഫീൽ ചെയ്തെന്നാൽ ഷാനവാസിനെയും അനീഷിനെയും എന്ന് വെച്ചാൽ അവര് പിരിഞ്ഞതും ഇണങ്ങിയതും എല്ലാം ലാലേട്ടൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ. കാരണം എന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം ആദ്യം യോജിക്കുന്നു, പിന്നെ പിന്മാറുന്നു, പിരിയുന്നു, യോജിക്കുന്നു, അങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നെവിനോടാണ് ചോദിക്കുന്നത്, ആരിനോടൊന്നല്ല, നെവിനോടാണ് ചോദിക്കുന്നത്. എന്തിനാണ് അങ്ങനെ അലമ്പുണ്ടാക്കിയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ഫണ്ട്, കാരണം ഇവര് കുറെ നേരം കൂടെ ആ കയറ് പിടിച്ചോണ്ട് നിൽക്കുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പാത്രം കഴുകാൻ പോയപ്പോ ഇടയ്ക്കൊന്ന് ഫൺ കയറി, നെവിൻ എവിടെ കിട്ടിയാലും നെവിൻ കയറി കിടക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും നെവിൻ കയറിന്റെ പുറത്ത് കയറി കിടന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും നെവിൻ ഫണ്ണായിട്ടല്ല അത് ചെയ്തത്, കാരണം നെവിൻ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം നെവിൻ അവിടെ ഫണ്ണായിട്ടല്ല ചെയ്തത്, അത് എല്ലാവരും കണ്ടതാണ്. ആദില വരെ കംപ്ലൈന്റ് ചെയ്ത ബിഗ് ബോസിനോട് നോമിനേറ്റ് ചെയ്തതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നെവിൻ ഫണ്ണായിട്ടല്ല ചെയ്തത്. എന്നിട്ട് ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്. ഈ നെവിൻ കയറി കിടന്ന കാര്യമൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അനുമോൾക്കും അക്ബറിനും സ്കോർ ചെയ്യാനുള്ള ഒരുപാട് സമയം, ആരിനോൾസോ ഇവർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ലാലേട്ടൻ ഇട്ടു കൊടുത്തോന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം അവർക്ക് എന്തോ ഒരു സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിക്ക് എടുത്തിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് അപ്പം ഈ ക്യാപ്റ്റൻസി ടാസ്ക് ചോദിക്കുന്നു, പിന്നെ അനുമോളോട് ചോദിക്കുന്നു, ആരിനോട് ചോദിക്കുന്നു. ആൻഡ് നെവിന്റെ കള്ളത്തരം നെവിൻ പറയുന്ന കള്ളത്തരം ആയതുകൊണ്ട് ഇവര് ലാലേട്ടൻ പറയാണ്, ഇത് പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്, ഇവിടെ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്, എല്ലാം പ്രേക്ഷകരെ കാണുന്നുണ്ടെന്ന് തന്നെ ലാലേട്ടൻ പറയാണ്. അങ്ങനെയാണ് നെവിന് വാർണിംഗ് കൊടുക്കുന്നത് കേട്ടോ. ഇതിനുശേഷം ഈ അനുമോള് ഇതിനുശേഷം ഇതിനിടയ്ക്ക് അനുമോൾ എന്തോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. കാരണം അനുമോൾ എന്തോ പറയുന്നത് എന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അതായത് അനുമോള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആരിന് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമില്ല, പക്ഷെ ഇമ്മ്യൂണിറ്റി വേണം എന്നാണ് അതിന്. അപ്പൊ അതിനെന്താ കുഴപ്പം, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ലെന്നോ ലാലേട്ടൻ തിരിച്ച് കുറെ നേരം ചോദിക്കുന്നത് കൺഫ്യൂസ് ചെയ്യും. ലാലേട്ടന് കാര്യം മനസ്സിലായി, എനിക്ക് ഫീൽ ചെയ്ത കാര്യം ലാലേട്ടന് കാര്യം മനസ്സിലായി. പക്ഷെ അനുമോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ലാലേട്ടൻ ചെയ്തത് അവിടെ. അനുമോൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ, പറയുന്ന കാര്യത്തിൽ നിന്ന് ലോജിക്കില്ല എന്നുള്ള രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ ചെയ്തത്. അത് അങ്ങനെ എന്താ കുഴപ്പം, അതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആവേണ്ടത്, ഇമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആവേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അവിടെ.
ഇതില് അക്ബറിനോട് മറ്റേ ആദിലയുടെ ഇത് ഫെയർ ആണോ, അതായത് കയറ് പിടിച്ച് നിന്നത് ആദ്യ ജഡ്ജ്മെന്റ് ഫെയർ ആണോ എന്നൊക്കെ ആദിലയോട് ചോദിക്കുന്നു. ശരിക്കും ആര്യനും സപ്പോർട്ട് ചെയ്ത് അക്ബറോട് സംസാരിക്കുന്നുണ്ട്. സോറി കേട്ടോ, ഗ്യാസ്. അങ്ങനെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ആതിരയുടെ ഇത് ഫെയർ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നെ ആ അനിമോളിലെ ആ ഒരു അനിമോൾ പറയുന്നൊന്നും മനസ്സിലാവുന്നുള്ള രീതിക്കാണ് ലാൻഡ് സംസാരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അനിമോൾ എന്തോ ഒരു മിസ്സിങ് ആയതുപോലെ ഫീൽ ചെയ്തു. അതും ഉള്ള കാര്യമാണ്. പിന്നെ പറക്കും തളിക ടാസ്ക് ചോദിക്കുന്നു. പറക്കും തളിക ടാസ്കിനിടയിൽ നെവിനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഈ ആര്യന് അനുമോൾ പുഷ് ചെയ്ത കാര്യം അനുമോൾ അത് തിരിച്ചെടുത്ത് ഇടുന്നുണ്ട്. പിന്നെ അനുമോൾ എന്തിനാണ് സാരി ഉടുത്തോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോ റെഡ് ബോളിന് മാച്ച് ആയിട്ടുള്ള സാരിയാണെന്ന്. ആ റെഡ് ബോളിന് മാച്ച് ആയിട്ട് സാരി, ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആ ടാസ്ക് ഇട്ട് വായിക്കുമ്പോഴേ സാരി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അപ്പം ഈ റെഡ് ബോളിന് മാച്ച് ആയിട്ടുള്ള സാരിയാണ്. അപ്പൊ സാരി അപ്പൊ എടുത്ത് പിടിക്കാറ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആ ബുദ്ധി പ്രയോഗിച്ചത് 3rd റൗണ്ടിലാണ്. അതായത് ഈ ടാസ്ക് പോയത് 3rd റൗണ്ടിലാണ് അനുമോൾ ആ ബുദ്ധി എടുത്തത്. അല്ലാതെ അനുമോൾ ഇങ്ങനെ സാരി പിടിച്ചിട്ട് നേരെ ബോൾ കൊണ്ട് ഇടുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ ബുദ്ധി അനുമോൾ മാക്സിമം കളിച്ച മാക്സിമം ആ ബോൾ കളക്ട് ചെയ്ത 3rd റൗണ്ടിൽ തന്നെയാണ് അനുമോൾ. അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ലാഡ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ അനീഷ് ഒരു ആരോപണം നീങ്ങുന്ന ആര്യനും അക്ബർ ഭയങ്കര ഗ്രൂപ്പ് കളിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ബോൾ കിട്ടിയതിൽ ടാസ്ക് റദ്ദാക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ ഓരോന്നായിട്ട് ചോദിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരടുത്ത് റദ്ദാക്കിയ അക്ബറിനോടും ഷാനവാസിനോടും ആര്യനോടും എല്ലാം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം പാവ ടാസ്കിന്റെ കാര്യം ലാലേട്ടൻ ചോദിക്കുകയാണ്. പാവ ടാസ്കിലുണ്ടായ എല്ലാ സംഭവങ്ങളും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി അനിമോൾ, അക്ബർ, ആര്യൻ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും പാവ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു, നല്ല ഇഞ്ചുറി ഒക്കെ പറ്റി അക്ബറിനെ അത് അനിമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അക്ബർ അങ്ങനെയൊന്നും എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു എന്ന് ലാലേട്ടനോട് അനിമോൾ പറയുന്നുണ്ട്. നെവിനും എന്തിനാണ് പക്ഷെ നെവിനും അനിമോളോടെ കൃത്യമായിട്ട് പറയുന്നു കാലിൽ ആ പാഞ്ച് കെട്ടി വെച്ചിട്ടാണ്, പോവാതിരിക്കും കെട്ടി വെച്ചിട്ടാണ്, പക്ഷെ ഇവ മനഃപൂർവ്വം എടുത്തതാണെന്ന് അനിമോൾ പറയുന്നു. അപ്പൊ നെവിൻ അല്ല, ഞാൻ ആ പാവയുടെ തല കണ്ടു, ആ തലയാണ് വലിച്ചൂരിയെന്നാണ് പറയുന്നത്. ശരിക്കും നെവിൻ ഇവിടെ നന്നായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ലാലേട്ടന്റെ മുമ്പിൽ വരെ നെവിൻ കള്ളം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു സീരീസല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ല, ഇത് നെവിൻ കള്ളം പറഞ്ഞതാണ് കേട്ടോ. നെവിൻ കള്ളം പറഞ്ഞതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ആ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ലക്ഷ്മി കയറി ഇടപെടുന്നത്, അതായത് കാണാത്ത കാര്യങ്ങളിൽ ലക്ഷ്മി കയറി മാനിപ്പുലേറ്റ് ചെയ്ത് ഇടപെടുന്നതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ പാവ ടാസ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഒരു ഈ പാവ മോഷ്ടിച്ച കേസില്ലേ അക്ബറിന്റെയും ആതിരയുടെ, അതിന് ഒരു കോർട്ടിന്റെ ട്രയൽ വിചാരണ അവിടെ നടത്തുന്നുണ്ട്. കോടതി മുറിവിൽ ക്രിയേറ്റ് വിചാരണ അവിടെ നടത്തുന്നുണ്ട്. ലക്ഷ്മിയാണ് വിചാരണ ചെയ്യുന്ന പ്രോസിക്യൂട്ടർ. ലക്ഷ്മി ഓരോരുത്തരെ വിളിച്ച് വിചാരണ ചെയ്യുന്നുണ്ട്. ആദ്യം അക്ബറിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അക്ബറിന്റെ വക്കീലാണ്, പ്രോസിക്യൂട്ടർ ആണല്ലോ. അക്ബറിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ആര്യനോട് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ആദിലെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ ആദില പറയുന്നു 2 പാവ എടുത്തു, ബാക്കിയെല്ലാം അവിടെ കൊണ്ടുവച്ചു. ആൻഡ് നെവിൻ അവിടെ പാവ എടുത്തു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നെവിൻ പാവ എടുത്തതാണ്. നെവിൻ അത് എന്തോ വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ എന്തോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഫൺ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നെവിൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാണ്, വളച്ചൊടിച്ച് ഒന്നും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്തു, 2 പാവ എടുത്തു എന്ന് നെവിൻ സമ്മതിക്കുന്നുണ്ട്. നൂറെ വിചാരണ ചെയ്യുന്നുണ്ട്, ആര്യനെ വിചാരണ ചെയ്യുന്നുണ്ട്, ഷാനവാസിനെ വിചാരണ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വാർട്ടറിൽ അവസാനിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് കളിക്കൂ എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് കോയിൻ ടാസ്കിലോട്ട് പോവാണ്. കോയിൻ ടാസ്കില് ലാലിന് ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോയിൻ വരച്ച് പണി കിട്ടിയത് അതിൽ ഒരു കോയിൻ കാണാനില്ല. ആ കോയിനിൽ ശരിക്കും ഉണ്ടായിരുന്ന ജയിൽവാസം എന്നുള്ള ഇതായിരുന്നു, പണിയായിരുന്നു. പക്ഷെ ആ കോയിൻ കാണാൻ ആരോ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആരോ ഒളിപ്പിച്ചു വെച്ചെന്ന് എനിക്കും അറിയില്ല കേട്ടോ, ആർക്കും അറിയില്ല, മനസ്സിലായില്ല ആരാ ആ ടാസ്ക് അത് ഒളിപ്പിച്ചു വെച്ചത്. അതായത് പണി കിട്ടിയവർക്കും അറിയില്ല, അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ആരോ ഒളിപ്പിച്ചു വെച്ചോ ലാലേട്ടൻ കളിപ്പിക്കാൻ നോക്കുന്നുണ്ടോ അറിയില്ല. ഒരു കോയിൻ മിസ്സിംഗ് ആണെന്ന് ലാലേട്ടൻ പറയുന്നു. അങ്ങനെ ആ കോയിൻ എവിടെയാണ് തപ്പാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ പോവാണ്. അങ്ങനെ എല്ലാവരും പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ അപ്പോൾ കോയിൻ ഒന്നും കിട്ടുന്നില്ല.
ആൻഡ് അങ്ങനെ ഈ കോയിൻ കണ്ടുപിടിച്ച് എന്നാൽ പണികളെല്ലാം റദ്ദാക്കാം, ഇല്ലെങ്കിൽ ഡബിൾ പണി തിരിച്ചു കിട്ടും. ലാലേട്ടൻ പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ കോയിൻ കിട്ടുന്നില്ല, ആര് തപ്പിയുടെ കോയിൻ കിട്ടുന്നില്ല. അങ്ങനെ ഇവര് വന്നിട്ട് കോയിൻ എന്ത് ചെയ്തു, കോയിൻ കിട്ടിയില്ലെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു കോയിൻ ഇവിടെ ആരോ ഒളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അറിയാം. ഏതായാലും നിങ്ങൾക്ക് കിട്ടിയ പണിയെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് ലാലേട്ടൻ പറയാം. ആൻഡ് ഇതിന് ശേഷം ഒരു തൊപ്പി ടാസ്കുമായിട്ട് ലാലേട്ടൻ വരികയാണ്. അത് ഒരു എല്ലാവർക്കും ഒരു ഹാറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോൺ ഷേപ്പിലുള്ള ഹാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാറ്റില് ഇവർക്ക് ഒരു ലോട്ട് എടുക്കുക, ലോട്ടിൽ കെട്ടിയിരിക്കുന്ന ഇതാരാണോ കാർഡ് കളിക്കുന്ന ആരാണ് അതെടുക്കുക. നമ്മുടെ പ്രമോയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ സേഫ് കാർഡ്, സോപ്പിംഗ് കാർഡ്, ഈ കാർഡുകളൊന്നും വച്ച് ഉറപ്പിക്കില്ല. അതിപ്പോഴാണ് ലാലേട്ടൻ എടുക്കുന്നത്. സത്യം ഇതൊക്കെ ശരിക്കും നേരത്തെ എടുത്ത് കളിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇതിപ്പോഴാണ് ലാലേട്ടൻ എടുക്കുന്നത്. അങ്ങനെ അനീഷ് ആദ്യം എടുക്കുന്ന കാർഡ് ഒളിമ്പിക്കൽ കാർഡാണ്. അത് ആര്യനും ആദിലയ്ക്കുമാണ് കൊടുക്കുന്നത്. ഷാനവാസിന് രണ്ടുപേരുടെ മറ്റേ പാവ കേസ് തന്നെയാണ്. ഷാനവാസിന് സോപ്പിംഗ് കാർഡാണ് കിട്ടുന്നത്, അത് ആദിലയ്ക്ക് നെവിനുമാണ് കിട്ടുന്നത്. നെവിന് നന്മക്കാർഡാണ് കിട്ടുന്നത്. നന്മക്കാർഡ് ഒബ്വിയസ്ലി അനുമോക്കും ആര്യനും അനീഷിനുമാണ് കിട്ടുന്നത്. നൂറയ്ക്ക് ജെൻഡർ കാർഡ്, അത് അനുമോൾക്ക് മാത്രമേ നൂറ കൊടുക്കുന്നുള്ളൂ. ലക്ഷ്മിക്ക് സേഫ് കാർഡാണ് കിട്ടുന്നത്, അത് സാബുമാനും അനീഷിനുമാണ് ലക്ഷ്മി കൊടുക്കുന്നത്. ആര്യന് കിട്ടുന്ന കോമൺ മാൻ കാർഡ്, അത് അനീഷും നെവിനുമാണ് കൊടുക്കുന്നത്. നെവിന് ഇങ്ങോട്ട് തന്നതിന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിനാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അക്ബറിന് കിട്ടുന്ന ഒറ്റപ്പെട കാർഡ് ഒബ്വിയസ്ലി അനീഷിനും അനുമോക്കുമാണ് കൊടുക്കുന്നത്. സാബുമാന്റെ വിക്ടിം കാർഡ് അനീഷിനും അനുമോക്കുമാണ് കൊടുക്കുന്നത്. ആദിലേക്ക് പ്രിപ്പയർ കാർഡ്, അത് അനീഷിനും അനുമോൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇവരൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. ഈ അക്ബറിന് ഒറ്റപ്പെടൽ കാർഡ്, അതായത് അക്ബർ അവിടെ പറയുന്നത് ആദ്യം ഗുഡ് മോർണിംഗ് പറയുക, സുപ്രഭാതം പറയുക, മലയാളത്തിന് ആ കേസൊക്കെ എടുത്തിടുന്നുണ്ട്, അത് അനീഷിന് കൊള്ളുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ അത് കഴിഞ്ഞ് ഇതിന്റെ അനുമോക്ക് കിട്ടുന്നത് അനുമോളുടെ തന്നെ കാർഡാണ്, അതായത് കരച്ചിൽ കാർഡാണ് അനുമോക്ക് കിട്ടുന്നത്. അനുമോള് സ്വന്തമായിട്ട് ഒട്ടിക്കണമെന്ന് അവളെ കൺഫ്യൂഷനിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം ഒട്ടിച്ചത് ആദിലേക്കാണ്, എന്നിട്ട് ഷാനവാസിനെ ഒട്ടിച്ചു കൊടുക്കണം. ഷാനവാസിനെ മാത്രമേ അത് ഫെയർ ആയിട്ടുള്ള എല്ലാവരും പറയുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോകുമ്പം അവിടെ അനീഷും അക്ബറും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവണം. മലയാളത്തിന്റെ പേരും പറഞ്ഞ് ഗുഡ് മോർണിംഗിന്റെ പേരും പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അക്ബർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ മലയാള ഭാഷയെ ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അനീഷ് പറയുമ്പോൾ ഞങ്ങൾ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്, ഞങ്ങൾ മലയാളികൾ തന്നെയാണ്. ഇവിടെ മലയാളം അറിയാൻ പറ്റുന്ന ആര്യ പോലും മലയാളത്തിൽ സംസാരിക്കുന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ അക്ബർ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവിടെ നല്ല വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ഇതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് ഈ എന്താണ് ഫൈറ്റ് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് മൈജിയുടെ ഒരു കോntestല് വിജയിച്ച ആളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ അൺഫെയർ എവിക്ഷനിലൂടെ പോകുന്നത്. അപ്പൊ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെയല്ലേ വോട്ട് ചെയ്തോളൂ, നിങ്ങൾ എന്തിനാണ് എവിക്റ്റ് ആക്കുന്നത്, ലാലേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ്. ആൻഡ് ഇതിന് ശേഷമാണ് അക്ബർ ആരും തമ്മിലുള്ള ഫൈറ്റിന്റെ കാര്യം എന്താണെന്ന് അവർ ചോദിക്കുന്നത്, ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അനീഷിനെ സമയത്ത് ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരുന്നു, നേരത്തെ അക്ബറിനോട് പറഞ്ഞ് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് അനീഷിന്റെ ഫേസ് ഒന്ന് എക്സ്പോസ് ആയിട്ടുണ്ട്, കള്ളത്തരം എക്സ്പോസ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം നോമിനേഷനുള്ളവരെ എണീപ്പിച്ച് ചേർത്തിട്ട് നിങ്ങളുടെ റിസൾട്ട് നാളെ പറയാന്ന് പറഞ്ഞ് ലാലേട്ടൻ തിരിച്ചു പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. വലിയ ഒരു ഓക്കെ എപ്പിസോഡ്, ആവറേജ് ഓക്കെ എപ്പിസോഡാണ്. അത്ര ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഫയർ മോഡൊന്നും അല്ലായിരുന്നു. ഈ ഫയർ മോഡായിട്ടും കാര്യമില്ല, 3 ആഴ്ചയേ ഉള്ളൂ. ലാലേട്ടൻ വന്നപ്പോഴേ പറഞ്ഞു, ലാലേട്ടൻ തന്നെ വിചാരിച്ചിട്ട് ഫയർ മോഡായിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പൊ നാളെ ചോദിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ അനുമോളുടെ അമ്മുമ്മ വിളി, അത് നെവിനെ വിളിച്ചത്, അത് ചോദിക്കും ലാലേട്ടൻ. പിന്നെ വേറെന്ത് ചോദിക്കാനാ, വേറെ ഈ അടുക്കളയടിയും ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുണ്ട് നാളെ. എന്നിട്ട് ആരെങ്കിലും എവിക്റ്റാക്കി വിടും, എന്നിട്ട് അവര് തമ്മിലുള്ള സംസാരമായിരിക്കും നാളെ നടക്കുന്നത്. ചിലപ്പോൾ ടിക്കറ്റ് ഫിനാലിലോട്ടുള്ള എന്തെങ്കിലും ടാസ്ക് കാണും. അപ്പം നാളത്തെ ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിന്റെ ഇത് റിവ്യൂ ഇതാണ്. എന്താണ് ഒന്നും വരുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിന്റെ റിവ്യൂ. കാരണം അവിടെ ഒന്നുമില്ല, നൈസായിട്ടൊന്ന് അത് ക്ലോസ് ചെയ്തു, എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ചു. ടാസ്ക് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ ദോ ഈ അനുമോളിനെ എടുത്ത് പറയാൻ പറഞ്ഞ അനുമോൾ അക്ബറിനെ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതെല്ലാം അനുമോൾക്ക് അതിന്റെ മറുപടി കൊടുത്തിട്ടില്ല അനുമോൾ തിരിച്ച്. പക്ഷെ അക്ബറിന് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. സോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ആൻഡ് താങ്ക് യു.